എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചു തരുന്നതായിരിക്കും നോക്കി. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച കന്തസഷ്ടിയാണ്. അപ്പോൾ കന്തസഷ്ടിക്ക് മുരുക ഭഗവാനെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ വഴിപാടുകളും കാര്യങ്ങളും അല്ലാണ്ട് ഓരോരോ വഴിപാടുകളും ഓരോരോ കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, 27 നക്ഷത്രക്കാർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ശത്രുതാ ദോഷം. അപ്പോൾ നമ്മൾ ശത്രുദോഷത്തിന് അഹോര ഹോമം നടത്തുന്നു, അതേപോലെ തന്നെ പ്രത്യങ്കരി, അതേപോലെ തന്നെ സുദർശന ഹോമങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ മാറുന്നില്ല. അതായത് ഇത് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് പഴയ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കന്തസഷ്ടി ദിവസം നമുക്ക് ശത്രുദോഷം മാറ്റാനുള്ള ഒരു വഴിപാടുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ അടുത്ത കന്തസഷ്ടി വരെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുദോഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഏൽക്കില്ല. അതായത് നമ്മുടെ ജാതകത്തിൽ 6ാം ഭാവമാണ് ശത്രുഭാവമായിട്ട് നിൽക്കുന്നത്. അവിടെ പാവഗ്രഹങ്ങൾ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ശത്രു ദുരിതങ്ങൾ ഉണ്ടാകാം അല്ലേ. അപ്പോൾ ഏത് രീതിയിലുള്ള ശത്രുവാണ്, അതായത് ബന്ധുക്കളാണോ, അതായത് പരിസരവാസികളാണോ, അതായത് കൂട്ടുകാരാണോ, അതായത് നമ്മളെ നശിപ്പിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ഈ കാര്യം ഭക്തിപൂർവ്വം സുബ്രഹ്മണ്യ ഭഗവാന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരാണോ എന്തിനാണോ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വ്യക്തികൾ ഇത് അവർ ചെയ്തത് അവർക്ക് തന്നെ തിരികെ പോകും. വേറൊന്നുമല്ല ഭക്തജനങ്ങളെ, ഒരു വെള്ളിയുടെ ഒരു വേല് മേടിക്കുക. വെള്ളിയുടെ ഒരു വേല് നമ്മുടെ അടുത്തുള്ള വെള്ളിക്കടയിലൊക്കെ കിട്ടും. ആലപ്പുഴയിലാണെങ്കിൽ നമുക്ക് മുല്ലക്കമ്പലത്തിൻ്റെ അടുത്തുള്ള ബാലാജിയിൽ കിട്ടും. വെള്ളിയുടെ ചെറിയൊരു വേല് തരാൻ പറഞ്ഞാൽ മതി. അഥവാ വെള്ളിയുടെ വേല് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ വിളക്ക് മോഡൽ ഓടിൻ്റെ വേല് കിട്ടും. ഓടിൻ്റെ വേല് എങ്ങനെ വന്നാലും 10, 800 ഇല്ലെങ്കിൽ 500 സംതിങ് വിലയാകും. ചിലയിടത്ത് തൂക്കം അനുസരിച്ചായിരിക്കും. അപ്പോൾ വെള്ളിയുടെ വേലോ ഇതുപോലെ തന്നെ ഓടിൻ്റെ വേലോ. അപ്പം ഈ വേല് മേടിച്ചിട്ട് ഒരു നാളികേരം, ഒരു തേങ്ങ, ഈ തേങ്ങയും ഈ വേലും കൂടെ കന്തസഷ്ടി ദിവസം രാവിലെയോ വൈകിട്ടോ, അത് ഭക്തജനങ്ങളുടെ സൗകര്യം പോലെ പോയി ചെയ്യാവുന്നതാണ്. എന്തായാലും കന്തസഷ്ടി ദിവസം തന്നെ ചെയ്യണം. ഒരു വേലും തേങ്ങയും എടുത്ത് ഭഗവാന് 6 പ്രദക്ഷിണം വെക്കുക, 6 വലത്ത് വെക്കുക. വലത്ത് വെച്ചതിന് ശേഷം ആ വേല് നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മളൊന്ന് നെറ്റിക്ക് വെക്കുക. നെറ്റിക്ക് വെച്ചിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുക്കൾ ചെയ്ത പോലെ ആഭിചാര ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, കണ്ണ് ദോഷങ്ങൾ, തൊഴിൽപരമായ എല്ലാ തടസ്സങ്ങളും ശത്രുക്കൾ ചെയ്ത് വെച്ചിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറണമെന്ന് പറഞ്ഞ് ശരവണ ഭവ ശരവണ ഭവ ശരവണ ഭവ എന്ന് ചൊല്ലി ഭഗവാന്റെ നേരെ വെക്കണം. അപ്പോൾ വേല് വെക്കുമ്പം ഭഗവാന്റെ നേരെ ആയിരിക്കണം. ഈ തേങ്ങയും വേലും കൂടെ 6 പ്രദക്ഷിണം വെച്ച് കന്തസഷ്ടി ദിവസം വെക്കുവാണെങ്കിൽ 27 നക്ഷത്രക്കാരുടെ ശത്രുദോഷങ്ങൾ ഉണ്ടാകില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ച് അവർക്ക് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ മനഃപൂർവ്വം അവിടെ കൊണ്ടുവന്ന് വെക്കരുത്. എനിക്കൊരു ശത്രുവുണ്ട് എന്നാൽ അവനെ ഇത് ചെയ്ത് നശിപ്പിക്കാമെന്ന് വിചാരത്തോട് ഉദ്ദേശിക്കരുത്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകണം. ഭഗവാൻ എനിക്ക് എൻ്റെ ബന്ധുക്കളിൽ നിന്നും എൻ്റെ കൂട്ടുകാരിൽ നിന്നും പരിസരവാസികളിൽ നിന്നും പല രീതിയിലുള്ള ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്നു. ആ ദോഷങ്ങളൊക്കെ മാറ്റി വരും വർഷങ്ങളിൽ, അതായത് വരും ദിവസങ്ങളിൽ എനിക്ക് നല്ലത് തരണേ എൻ്റെ ഭഗവാൻ, എൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റി തരണം, ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൂടണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് വേണം ഈ വേല് വെക്കാം. ശത്രുദോഷങ്ങൾ തീർച്ചയായിട്ടും മാറും. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭക്തജനങ്ങൾക്ക്, അതായത് തിങ്കളാഴ്ച കന്തസഷ്ടി ചൊവ്വാഴ്ച തൊട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സ്പീഡ് ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ജ്യോതിഷപരമായി നോക്കി നിർദ്ദേശിച്ച് ഓൺലൈൻ വഴി പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഭക്തജനങ്ങൾ കന്തസഷ്ടി ദിവസം ഭഗവാന് വേല് സമർപ്പിച്ച് ശത്രുദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുക. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ എന്ന് വേല് നെറ്റിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വേണം 6 പ്രദക്ഷിണം ഒരു തേങ്ങയും ചേർത്ത് ഒരു തൂഷ നിലയ്ക്കകത്ത് വേണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ. ശത്രുദോഷത്തിൽ നിന്നും താരകാസുരനെ സംഹരിച്ച പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ തീർച്ചയായിട്ടും രക്ഷിക്കും. അപ്പോൾ ഭക്തിപൂർവ്വം ഭക്തജനങ്ങൾ ഈ ഒരു വഴിപാട് കന്തസഷ്ടി ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ ഒരു വീട്ടിലെ എല്ലാവർക്കും ഇത് ചെയ്യാം.
പിന്നെ അതേപോലെ നമ്മുടെ വീടിന് ശത്രുദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് ആരുടെ പേർക്കാണ് ആ ഒരു ഗ്രഹനാഥൻ വീട്ടിലെ ശത്രുദോഷങ്ങൾ ആഭിചാര ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈ പറയുന്ന പോലെ വീടിൻ്റെ 3 തവണ ഒന്ന് വീട്ടിലൊന്ന് ഒഴിഞ്ഞ് വെയിലും നടക്കി വെക്കാം. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ഓൺലൈനായി ജ്യോതിഷ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക.